പ്രയാണത്തിന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. കുംഭമേളയുടെ ആദ്യ എപ്പിസോഡ് എല്ലാവരും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്രയാണം ഈ വീഡിയോയിൽ കുംഭമേളയുടെ പൗരാണികവും ആധുനികവുമായ മേളകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പൗരാണിക കാലഘട്ടം മുതൽക്ക് തന്നെ ഭാരതത്തിന്റെ നദീതല സംസ്കാരങ്ങളിൽ കൂടിച്ചേരലുകളും പുണ്യസ്നാനവുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും എഴുതിക്കിട്ടാവുന്ന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലഗണന കണക്കാക്കുന്നത് BC 664 7-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധന മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ്. ഭാരതത്തിൽ ഈ തീർത്ഥാടന സംസ്കാരം ഇന്നു കാണുന്ന രീതിയിൽ വളർത്തിയെടുത്തതിന്റെ തുടക്കം മൗര്യഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ സന്യാസി സമൂഹത്തോടൊപ്പം ധാരാളം ഭക്തന്മാർ ഈ കുംഭമേളയിൽ പങ്കെടുക്കുകയും അതിന് ഒരു രാജകീയ പ്രൗഢി ലഭിക്കുകയും ചെയ്തു എന്ന് കാണാം. കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ആദി ശങ്കരാചാര്യരുടേത്. ലോകത്തിന് ഭാരതം നൽകിയ മഹത്തായ ഒരു മനുഷ്യ മാതൃകയായിരുന്നു സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യർ. നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആദരിക്കുന്ന ഒരു ഭാരതീയ വ്യക്തിത്വം ആരെ എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് സ്വാമി ശ്രീ ശങ്കരാചാര്യർ എന്നായിരിക്കും. ഭാരതത്തിന്റെ ആത്മാവിന്റെ ആഴത്തിലേക്കും ഭൗതികതയുടെ പരപ്പിലൂടെയും കാൽനടയായി സഞ്ചരിച്ച് ഹിന്ദുമതത്തിനെ ഭാരതത്തിന്റെ ആത്മാവിലേക്ക് ലയിപ്പിച്ച മഹാജ്ഞാനിയായിരുന്നു ശ്രീ ആദി ശങ്കരാചാര്യർ. കേരളത്തിന്റെ അവതാര പുരുഷന്മാരിൽ ഒരാളായ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ 8-ാം നൂറ്റാണ്ടിലാണ് കുംഭമേളയ്ക്ക് ഇന്നു കാണുന്ന രീതിയിൽ സന്യാസി സമൂഹത്തിന്റെ ഒത്തുചേരലുള്ള സംവിധാനം ഒരുക്കിയത് എന്ന് പറയപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ആരംഭിച്ച ദശനാമി അഖാഡകളാണ് കുംഭമേളയുടെ സംഘാടനം ഏറ്റെടുത്തുകൊണ്ട് 8-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പുരാതന ഇന്ത്യയിൽ കുംഭമേള സാംസ്കാരിക കൂട്ടായ്മകൾക്കൊപ്പം ഭാരതത്തിലെ ശ്രേഷ്ഠ സന്യാസി സമൂഹത്തിന്റെ കൂടിച്ചേരലും ജ്ഞാനികളും പണ്ഡിതന്മാരുമായ ഈ സമൂഹത്തിന് അറിവുകൾ പരസ്പരം കൈമാറുന്നതിനുള്ള ഒരു വേദിയും കൂടിയായിരുന്നു കുംഭമേളകൾ. കാരണം നൂതനമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരം കൂടിച്ചേരലുകൾ അവർ നേടിയെടുത്ത ജ്ഞാനത്തെ പരസ്പരം കൈമാറുന്നതിനും അവ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനുമായി ഈ സമൂഹം ഉപയോഗിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് പൗഷപൗർണമിയിൽ ആരംഭിച്ച് മേഘപൂർണിമയിൽ അവസാനിക്കുന്ന രീതിയിലാണ് കുംഭമേളകൾ സംഘടിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഗ്രഹങ്ങളുടെ നിലകൾ ഒരു പ്രത്യേക സ്ഥിതിയിൽ എത്തുകയും സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ കാലഗണനകൾ നിശ്ചയിക്കുകയും ചെയ്തിരുന്നത്. വ്യാഴം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന 12 വർഷ കാലഘട്ടമാണ് കുംഭമേളകളുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് 12 വർഷത്തിൽ ഒരിക്കൽ പൂർണ്ണ കുംഭമേളകൾ അരങ്ങേറുന്നത്. കുംഭമേളയ്ക്ക് ഇന്നു കാണുന്ന രീതിയിലുള്ള പ്രാധാന്യവും പങ്കാളിത്തവും കൈവരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1954, 1966, 1977, 1989, 2001, 2013 എന്നീ വർഷങ്ങളിലായി 6 പൂർണ്ണ കുംഭമേളകൾ പ്രയാഗ്രാജിൽ നടന്നു കഴിഞ്ഞു. ആയിരത്തി 1954 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ കുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയുടെ പ്രധാന സ്നാന ദിവസമായ ഫെബ്രുവരി 3 മൗനി അമാവാസി ദിവസം ഏകദേശം 40 മുതൽ 50 ലക്ഷം വരെ ആളുകൾ പങ്കെടുക്കുകയും അന്നത്തെ ക്രൗഡ് മാനേജ് ചെയ്യാൻ സാധിക്കാതെ ആളുകൾ മരിച്ചു എന്നും വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിയന്ത്രണാതീതരായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട പോലീസും സന്യാസി സമൂഹവും തമ്മിൽ ഉണ്ടായ സംഘർഷമാണ് 1989 നടക്കുന്ന കുംഭമേളയുടെ പ്രധാന സംഭവം. ഇത്തരം നിരവധി പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും കുംഭമേളകൾ ലോകശ്രദ്ധ ആകർഷിക്കുകയും ആധ്യാത്മിക ചൈതന്യത്താൽ ആനന്ദം പകരുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്.
2017 മാനവികതയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ യുനെസ്കോ കുംഭമേളയെ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം നടക്കുന്ന പൂർണ്ണ കുംഭമേളയാണ് 2025 ജനുവരി 14 പൗഷപൗർണിമയിൽ ആരംഭിച്ച് ഫെബ്രുവരി 26 മഹാശിവരാത്രിക്ക് അവസാനിക്കുന്ന ഈ കുംഭമേള 144 വർഷങ്ങൾക്കൊരിക്കൽ നടക്കുന്നതിനാൽ മഹാകുംഭമേളയായും ഈ പ്രാവശ്യത്തെ മേളയെ കണക്കാക്കുന്നു. ജാനുവരി 14 മകരസംക്രാന്തി ദിനം, ജാനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 ബസന്ത പഞ്ചമി, ഫെബ്രുവരി 4 അജല സപ്തമി, ഫെബ്രുവരി 12 മാഘി പൂർണിമ, ഫെബ്രുവരി 26 മഹാശിവരാത്രി. മേൽപ്പറഞ്ഞ 6 ദിവസങ്ങൾ കുംഭമേളയിലെ പ്രധാന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പ്രയാഗ്രാജിൽ സ്നാനം ചെയ്യുന്ന ഭക്തർക്ക് സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം. പ്രയാഗ് കുംഭമേളയുടെ വ്യത്യസ്തങ്ങളായ നേർക്കാഴ്ചകളും അത്ഭുതങ്ങളും നിറഞ്ഞ ചിത്രീകരണവുമായി വീണ്ടും കാണാം. അതുവരേക്കും ത്രിവേണി സംഗമഭൂമിയായ പ്രയാഗ്രാജിൻ്റെ ആഴങ്ങളിൽ ഓർമ്മകളെ നെയ്തെടുത്ത് പ്രയാണത്തിൻ്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.